മഴനിലാവിലെ എല്ലാ സുഹൃത്തുക്കൾക്കും രുചിക്കിട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പനിനീർ ടോസ്റ്റ്. അധികം മെനക്കെടാതെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ പേരും. എന്നാൽ ചേരുവകൾ അധികമില്ലാതെ പണി കുറച്ച് ഒരു സ്നാക്സ് ആയാലോ? പനീർ ടോസ്റ്റ് ഉണ്ടാക്കുന്ന വിധമാണ് ഞാനിവിടെ പറയുന്നത്. പനിനീർ ക്യൂബ് ഒരു 7 എണ്ണം, മുളക് പൊടി അല്പം, ഗരം മസാല ഒരു നുള്ള്, മഞ്ഞപ്പൊടി ഒരു നുള്ള്, ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് പനിനീർ കഷ്ണങ്ങളും ചേർത്ത് പുരട്ടി ഒരു 5 മിനിറ്റ് വെക്കുക. ഒരു പാനിൽ എടുത്ത് ബട്ടർ പുരട്ടി പനീർ ഇട്ട് എല്ലാ വശവും പൊരിച്ചെടുക്കുക. ഇതിനോടൊപ്പം ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടിയോ അല്ലെങ്കിൽ പുതിന ചട്നിക്കൊപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്. ആവശ്യാനുസരണം നിങ്ങൾക്ക് പനിനീർ എത്ര വേണമെങ്കിലും എടുത്ത് ഇതുപോലെ പൊരിച്ച് കഴിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഓംലെറ്റ്. മുട്ട കൊണ്ട് എന്ത് വിഭവവും കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ. ഒരു ഓംലെറ്റിന് ഒരു വെറൈറ്റി ആയും കൂടി ആയാലോ? പനിനീർ ഓംലെറ്റ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അടുത്തത് പനിനീർ ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാനിവിടെ പറഞ്ഞുതരാം. അതിലേക്ക് ആവശ്യമുള്ള സാധനം: 5 കോഴിമുട്ട, 2 സവാള, വറ്റൽമുളക് എന്ന് പറഞ്ഞാൽ ചുവപ്പ് മുളക് ഒരു 3 എണ്ണം ക്രഷ് ചെയ്തത്, ഒരു നുള്ള് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഒരു പാനിലെടുത്ത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ അതുമല്ലെങ്കിൽ പാം ഓയിലോ ഉപയോഗിക്കാം. എണ്ണ അവരവരുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഒരു പാനിലെടുത്ത ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റിയെടുക്കുക. കൊത്തി നുറുക്കിയ ഉള്ളി വഴറ്റിയെടുക്കുക. അതിലേക്ക് ക്രഷ് ചെയ്ത വറ്റൽമുളക് ചേർക്കുക. ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 100 ഗ്രാം പനിനീർ, ഇത് ക്രഷ് ചെയ്ത പനിനീർ ഇതിലേക്ക് ചേർക്കുക. പനിനീർ പെട്ടെന്ന് വേകുന്നത് കാരണം കൊണ്ട് നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. പനിനീറും ചേർത്ത് ഒരു മെറൂൺ കളർ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. മെറൂൺ കളറായ ശേഷം അത് മാറ്റി വെച്ച് മുട്ട 5 കോഴിമുട്ട ഒരു ബൗളിലിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. നല്ല മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഒരു നുള്ളു ഉപ്പും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല മിക്സ് ചെയ്ത ശേഷം ഈ പനിനീർ നമ്മൾ മുന്നേ ആക്കി വെച്ച പനിനീറും ഇതിലേക്ക് മിക്സ് ചെയ്ത് ഒരു പാനിൽ ബട്ടർ തടവി നമുക്ക് സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ പൊരിച്ചെടുക്കാവുന്നതാണ്. ഇരുവശവും നല്ല പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതൊരു ഹെവി ഓംലെറ്റ് ആണ്. ഇതിനോടൊപ്പം ചപ്പാത്തിയോ അല്ലെങ്കിൽ ഒരു സ്നാക്സ് ആയിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തോടുകൂടി എൻ്റെ ഈ ചെറിയൊരു പാചകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും അഭിപ്രായം പറയുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.